പച്ചച്ചക്ക പായസം ഉണ്ടാക്കുന്നതിന് കുറച്ച് ചക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ അടയുടെ പരുവത്തിൽ ഇതുപോലെ വേണം അരിഞ്ഞെടുക്കാൻ. ചെറുതായിട്ട് ഇത്ര പീസുകളായിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. പിന്നെ ഒരു 2-ാം പാലും 3-ാം പാലും കൂടെ ചേർത്ത് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, 1-ാം പാല്, ശർക്കര പാനി ചെയ്ത് വെച്ചിട്ടുണ്ട്, ചവ്വരി വെച്ചിട്ടുണ്ട്. ഇതിനി നമുക്ക് അടുപ്പിലേക്ക് വെച്ച് തയ്യാറാക്കുക. ഇതിലേക്ക് കുറച്ച് നെയ്യിട്ട് കൊടുക്കാം. 1 സ്പൂൺ നെയ്യാണ് ഒഴിച്ചിരിക്കുന്നത്. ഇതിന് നമുക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ ഒന്ന് വറുത്തെടുക്കാം. ആദ്യമേ മുന്തിരിങ്ങ ഒന്ന് വറുത്തെടുക്കാം. മുന്തിരിങ്ങ വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി ആ അണ്ടിപ്പരിപ്പ് കൂടെ ഒന്ന് വറുത്തെടുക്കാം. ഇനി ഈ നെയ്ക്കകത്ത് തന്നെ നമുക്ക് ആ ചക്ക അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നെയ്ക്കകത്തെന്ന് പറഞ്ഞാൽ അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ വറുത്ത് കോരിയ നെയ്ക്കകത്ത്. ഇപ്പോൾ നെയ്ക്കകത്ത് ചക്ക ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ചവ്വരി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. കുതിർത്ത് വെച്ചിരിക്കുകയാണ്. നേരത്തെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുകയാണ്. വേണമെങ്കിൽ ഈ ചക്കയും ചവ്വരിയും കുക്കറിനകത്ത് വേറെ വേറെ വേവിച്ചെടുക്കാം. ചവ്വരി വേറൊരു പാത്രത്തിൽ ഇങ്ങനെ വേവിച്ച് വയ്ക്കാം. ചക്ക കുക്കറിൽ വേവിച്ച് വയ്ക്കാം. അപ്പോഴേ എളുപ്പം ജോലി തീരും. അപ്പോൾ ഇതിനി ഒന്ന് വേവുന്നത് വരെ കാത്തിരിക്കണം. ഇതിനകത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് തീ കൂട്ടി വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ കൂടുതൽ വെക്കണം. എപ്പോഴും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. നമുക്ക് ചക്കയും ചവ്വരിയും വെന്ത് കിട്ടണം, നേരത്തെ പറഞ്ഞ കണക്ക്. അപ്പോഴിനി ഇത് ആ ചവ്വരിയുടെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ ഈ 2-ാം പാലും 3-ാം പാലും കൂടെ ഒരുമിച്ച് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അതങ്ങോട്ട് ഒഴിച്ചിട്ട് വീണ്ടും ചവിട്ടി പിടിക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. നല്ല ഓട്ടുരുളിയൊക്കെ ആണെങ്കിൽ, കട്ടിയുള്ള പാത്രമൊക്കെ ആണെങ്കിൽ ചവിട്ടി പിടിക്കില്ല. ഈ ചവിട്ടി പിടിക്കാതെ നമ്മൾ നല്ലതുപോലെ ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുകയും വേണം. ഈ കൂടെ ഇങ്ങനെ കോരി നോക്കണം. ചവ്വരി എല്ലാം വെന്ത് നല്ല കണ്ണാടി പോലെ ആകണം. അപ്പോഴത്തേക്ക് ചക്കയും വെന്തോളും. ഇത് വരിക്ക ചക്കയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് നിങ്ങൾ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. ഇപ്പോഴാ ഇളക്കിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ നമുക്ക് ഈ ശർക്കര പാനി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ആ ചവ്വരിയൊക്കെ വെന്തിട്ടുണ്ട്, അതുപോലെ തന്നെ ചക്കയും വെന്തിട്ടുണ്ട്. ഇപ്പോഴത്തേക്ക് ഈ ശർക്കര പാനി ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇപ്പോഴേ ശർക്കര പാനിയൊക്കെ ഒഴിച്ച് നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ നമുക്ക് 1 സ്പൂൺ ചുക്കുപൊടി ഇട്ട് കൊടുക്കണം. 1 ടീസ്പൂൺ ചുക്കുപൊടി ഇട്ട് വീണ്ടും ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ചുക്കുപൊടി ഇട്ട് ഇളക്കുന്നത് നമ്മൾ ചക്കയുടെ ഏത് പലഹാരമായാലും ഏത് വിഭവം ഉണ്ടാക്കിയാലും നമ്മൾ ചുക്കുപൊടി ചേർക്കുന്നത് നല്ലതാണ്. ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഒന്നും ഉണ്ടാവില്ല. യാതൊരു വയറ്റിന് യാതൊരു വിധ പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ തീ നല്ലതുപോലെ ഒന്ന് കുറച്ചതിന് ശേഷം നമുക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 1-ാം പാൽ ഒഴിച്ച് ഇളക്കിയതിന് ശേഷം മുകളിൽ അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങയും വിതറി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ പച്ചച്ചക്ക പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചക്ക പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഒഴിക്കണം. ഇപ്പോൾ ഈ നമ്മളെ ചവ്വരി എല്ലാം വെന്ത് കണ്ണാടി പോലെ ആയിട്ടുണ്ട്. കൂടെ അക്ഷരങ്ങൾ പിണങ്ങിപ്പോണു. ഇപ്പോൾ നമ്മൾ അടപ്രഥമൻ പോലെ തന്നെ ഇരിക്കുകയാണ്. അതുപോലെ അതിനേക്കാളും ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത്രയും നല്ലൊരു പായസം ഇതുവരെയും കുടിച്ചിട്ടുണ്ടാവില്ല. അത്ര ടേസ്റ്റിയായൊരു പായസമാണ് പച്ചച്ചക്ക കൊണ്ടുള്ള പ്രഥമൻ.